എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നതിനോടനുബന്ധിച്ച് ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ രാവിലത്തെ എൻ്റെ വിളക്ക് കൊളുത്തലും ജപവും ഒക്കെ ഒരു 5 മണി മുതൽ 6 മണി വരെയുള്ള സമയത്താണ് ചെയ്യാറ്. ആ ഒരു സമയത്ത് തന്നെയാണ് ഞാൻ എൻ്റെ സഹസ്രനാമ ജപമൊക്കെ ചെയ്യണത്. ഈ സഹസ്രനാമ ജപത്തോടൊപ്പം തന്നെ പൂക്കൾ കൊണ്ട് ഒരു അർച്ചനയും പറ്റുമ്പോഴൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അപ്പോൾ വൈകിട്ടത്തെ വിളക്ക് കൊളുത്തുന്നതിന് മുമ്പ് നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പൂക്കൾ ഞാനിപ്പോൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഗാർഡൻ ഷോർട്ട് വീഡിയോയിൽ നിങ്ങൾ കണ്ടതുപോലെ ഇവിടെ തുളസിയും ചെത്തിയും ചെമ്പരത്തിയും നന്ദ്യാർവട്ടവും മുല്ലയും ഒക്കെ തന്നെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് പൂജയ്ക്ക് എടുക്കാൻ പറ്റുന്ന പൂക്കളാണ്. ഇപ്പോൾ എല്ലാറ്റിലും നിറയെ പൂക്കളുള്ള ഒരു സമയമായതുകൊണ്ട് എനിക്ക് അർച്ചനയ്ക്ക് ആവശ്യമുള്ള പൂക്കൾ ഇവിടുന്ന് കിട്ടാറുണ്ട്. അഥവാ പൂക്കളില്ലാത്ത സമയമാണെങ്കിൽ തുളസിച്ചെടി ധാരാളം ഉള്ളതുകൊണ്ട് തുളസി ഇലയാണ് ഞാൻ അർച്ചനയ്ക്ക് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ നാളത്തേക്കുള്ള പൂക്കൾ പറിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് കുറച്ച് വെള്ളം തളിച്ച് കഴുകി ശുദ്ധമാക്കി എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പൂജാമുറിയിലും തുളസിത്തറയിലും വിളക്ക് വയ്ക്കും. തുളസിത്തറയിൽ വിളക്ക് വയ്ക്കുന്നതോടൊപ്പം തന്നെ കുറച്ച് വെള്ളം കൂടി തുളസിക്ക് ഒഴിക്കും. തുളസിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ ചൊല്ലുന്ന ഒരു 4 വരി ശ്ലോകമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഒന്ന് ചൊല്ലാം. പ്രസീത തുളസീ ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോദ മദനോദ്ഭുതേ തുളസീ ത്വാം നമാമ്യഹം. അങ്ങനെയാണ് ശ്ലോകം. അതുപോലെ തുളസിക്ക് വിളക്ക് വയ്ക്കുമ്പോൾ ചൊല്ലുന്ന ശ്ലോകമാണ് തുളസി ശ്രീ സഖി ശുഭേ പാപഹാരിണി പുണ്യതേ നമസ്തേ നാരദനുദേ നാരായണ മനപ്രിയേ. വിളക്ക് വെച്ചതിന് ശേഷം കുറച്ച് നേരം സന്ധ്യാനാമങ്ങളും ഹരേ കൃഷ്ണ മഹാമന്ത്രവും ജപിക്കും. ഒരു ദീപ ആരാധനയും കൂടി ചെയ്യുന്നതോടെ എൻ്റെ സന്ധ്യാനാമജപം കഴിയുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.